ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏട്ടത്തീൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു 2-3 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ചുണ്ടയിൽ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഏട്ടത്തി നേരത്തെ എണീക്കും കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ നല്ല നേരത്തെ എണീക്കലുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഇപ്പോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ചായൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അല്ല, രാവിലെ എണീറ്റിട്ടുള്ള ഒരു ചായ അതിന് കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കൽ, ചായ, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. പിന്നെ മക്കൾ എണീറ്റ് വന്നിട്ടില്ല കേട്ടോ. അവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. കുട്ടികൾ എങ്ങനെയായാലും ഒരു 7 മണി 7:30 വരെയൊക്കെ അവർ എല്ലാവരും ഉറങ്ങും കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് എണീറ്റാൽ പിന്നെ എല്ലാവരും കൂടെ പിന്നെ അങ്ങനെ എണീറ്റ് വരികയാണ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവൂലേ. ഏട്ടത്തി ഇന്ന് രാവിലെ തന്നെ എണീറ്റ് നമ്മളെ സാധാ പണികളില്ലേ, അടിച്ചു വാരൽ, തുടക്കൽ, അലക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാര്യം നമ്മളൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് കുറേ സംസാരിച്ച് അങ്ങനെ വെറുതെ സമയം കളയുമല്ലോ. അപ്പോൾ അങ്ങനെ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി രാവിലെ തന്നെ അധികം അങ്ങനെ ആട്ടെ ചെയ്യുക. ഇവർ ഏട്ടത്തി മോളും, അതായത് ഏട്ടത്തി മോളും ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവരൊന്നിച്ചാണ് ഇവിടെ നിൽക്കുക ചുണ്ടയിൽ. അല്ലെങ്കിൽ വൈത്തിരി മോളെ വീട്ടിൽ അവിടെയാണെങ്കിലും ഇവർ എല്ലാവരും ഒന്നിച്ച് അവിടെ നിൽക്കുകയാണ് ചെയ്യാം. കാരണം ഇവർ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. അളിയനും മോനും അതുപോലെ തന്നെ മോളെ ഹസ്ബൻഡും ഒക്കെ ഗൾഫിലാണ്. അപ്പോൾ ഇവർ മാത്രമായതുകൊണ്ട് അവിടെ ഇവിടെ ഇവർ മാറി മാറി കുറച്ച് ദിവസം നിൽക്കുകയാണ് ചെയ്യുക. 2 വീടും ഒരുപോലെ കൊണ്ടുപോകണ്ടേ അങ്ങനെ. അപ്പോൾ രാവിലെ കുട്ടികൾ, ഏട്ടത്തി അധികം ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യുക. രാവിലെ കുട്ടികളൊക്കെ എണീക്കുന്നതിന് മുമ്പ് തന്നെ അടിക്കലും തുടക്കലും അലക്കലും അങ്ങനത്തതൊക്കെ തീർക്കും. മുറ്റടിക്കൽ അങ്ങനത്തെല്ലാം തീരും കേട്ടോ. പിന്നെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ആക്കിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നുണ്ടാവും. അപ്പോഴാട്ടോ ഞങ്ങളെല്ലാവരും എണീറ്റിട്ട് വരിക. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ എപ്പോഴത്തെയും അധിക ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ആ പതിവ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നും കറക്റ്റ് ആ ഒരു ടൈമിലേക്കാണ് നമ്മൾ എണീറ്റ് വന്നത്. അപ്പോൾ ഇതാ ഇനി വെള്ളവും ഈത്തപ്പഴം അങ്ങനത്തെയൊക്കെ കഴിച്ചു. അതിനുശേഷം ഇതാ പത്തിരിയാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഏട്ടത്തി പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എഗ്ഗ് കറി ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഞാനൊരു സിമ്പിൾ എഗ്ഗ് കറിയാട്ടോ. അപ്പോൾ എഗ്ഗിന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള നമ്മളെ പത്തിരിയിലേക്കും എല്ലാത്തിലേക്കും മാച്ചായിട്ട് പോകുന്ന ഒരു എഗ്ഗ് കറിയാണ്. ഞാനിത് മുന്നേ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലരൊക്കെ ചെയ്യുന്ന തന്നെ ആയിരിക്കും. എന്നാലും ഞാനത് ഓടിച്ച് ഇതിലൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. മുഹമ്മദ് ഇതാ എണീക്കലും അങ്ങനെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇവനിപ്പോൾ മുട്ടുകുത്തുന്നില്ല, പക്ഷെ ഇങ്ങനെ നീന്തി പോവും. മുട്ടുകുത്തൽ അങ്ങനെ കറക്റ്റായിട്ടില്ല. 1-2 ഇടി ഇങ്ങനെ വെക്കും. അങ്ങനെ ഒരു ഫ്ലോ വന്നിട്ടില്ല കേട്ടോ മുട്ടുകുത്തിയിട്ടുള്ള. പിന്നെ ഇങ്ങനെ ഇരിക്കലും അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മളിങ്ങനെ ചാരി വെക്കുക, പിന്നെ ഇരുത്തത്തിൽ നിന്ന് ചിലപ്പോൾ സൈഡിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇരുത്തം ഓക്കെ ആയി എന്ന് പറയാനായിട്ടില്ല, എന്നാലും ഇങ്ങനെ ഇരുന്ന് റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 8 മാസം കഴിഞ്ഞ് 9ലേക്ക് ആയിട്ടുണ്ട്. ശരിക്കും ഇരിക്കാനൊക്കെ ആയി തോന്നുന്നു. ഇത് നമ്മളെ എഗ്ഗ് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ മുഹമ്മദിനുള്ള ഫുഡൊക്കെ ഏട്ടത്തി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവന് കൊടുക്കുകയാണ്. റാഗിയില്ലേ, റാഗി കുറുക്കാണ് കേട്ടോ. അതിൽ 1-2 ഡേറ്റ്സോ എന്തെങ്കിലും ഒരു 1-2 നട്ട്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുക കേട്ടോ ചെയ്യാം. അപ്പോൾ ഓനത് റെഡിയായപ്പോൾ ഓന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കൊടുക്കണമല്ലോ കുട്ടികൾക്കായാലും. അപ്പോൾ അത് ഓന് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ നമ്മൾ എഗ്ഗ് കറി നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. വെളിച്ചെണ്ണ വെച്ചു, അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിക്കോ. നമ്മൾ രാവിലെ നമുക്ക് എളുപ്പക്കറിയല്ലേ വേണ്ടത്, എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. കുട്ടികൾക്ക് എഗ്ഗ് കറി നല്ല ഇഷ്ടമാവും. കുറേ കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാനില്ല. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഒരു 2 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയില്ലേ, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കിച്ചണിൽ നല്ല ലൈറ്റ് പ്രോബ്ലം ഉണ്ടാവും, ക്ഷമിക്കുക. നമ്മളെ വീട്ടിലത്തെ പോലെ അത്രയും ഒരു ലൈറ്റും
എന്താ പറയുക, അത്ര ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്നാലും റെസിപ്പി കറക്റ്റ് റെസിപ്പിയാണ് കേട്ടോ, നല്ല റെസിപ്പിയാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഇതാ അതിലേക്ക് 1-2 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചധികം കറി വെക്കുന്നുണ്ട്, 2 ടീസ്പൂൺ. ഇപ്പം ഞാൻ 1 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു സവാള, അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു 2 പച്ചമുളക് ഇത്രയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കുക്കായിട്ട് ഒന്ന് പാകത്തിനൊക്കെ ആയിട്ട് വരട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് പത്തിരിക്കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പത്തിരി ചൂടാൻ വേണ്ടിയിട്ടും തുടങ്ങാം. അപ്പോൾ ഏട്ടത്തിതാ പൊടിയൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പെട്ടെന്ന് കഴിയും, കാരണം 3 ആൾ കൂടെ ആകുമ്പോൾ മുഹമ്മദ് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഏട്ടത്തിൻ്റെ മോളും ഏട്ടത്തിയും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആവുമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും പെട്ടെന്ന് കഴിയും. നമ്മളെ പണികളാണ് കേട്ടോ, കുട്ടികളുടെ വീട്ടിൽ പെട്ടെന്ന് നടക്കാത്ത അങ്ങനത്തെ കാര്യങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. കുട്ടികൾ എണീക്കുന്നതിന് മുമ്പ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് കറക്റ്റായിട്ട് എനിക്ക് പറയാനും പറ്റില്ല, കാര്യം ഓരോ കുട്ടികളും ഓരോ രീതിയാണ് അല്ലേ. ചിലർ രാവിലെ എണീക്കും, നമ്മൾ സുബഹി നിസ്കാരത്തിന് എണീക്കുമ്പോൾ അവർ എണീക്കും. ചിലർ ആ സമയം കുറച്ച് സമയം കിടക്കും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടൈമിൽ എണീക്കും. അങ്ങനെ നിങ്ങളെ കുട്ടികൾ ഉറങ്ങുന്നതിന് കണക്കാക്കിയിട്ട് ആ ഒരു സമയം കണക്കാക്കിയിട്ട് നിങ്ങൾ വേഗം പണികളൊക്കെ തീർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് പറ്റുമല്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും പറ്റും. അത്രയല്ല നമുക്ക് കുട്ടികളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ പറയാൻ പറ്റും. എല്ലാ മക്കളും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ള മക്കളൊക്കെ അങ്ങനെ തന്നെയാണ്, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഇതിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളെ പത്തിരിക്കല്ലൊക്കെ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഈ ഒരു പത്തിരിയിലേക്കില്ലേ ഈ ഒരു കറി അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ ഒരു എഗ്ഗ് കറി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ ഈ ഒരു കറി നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പത്തിരിയിലേക്ക് ഈ ഒരു കറി ആക്കുന്നത്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യത്തിൽ കുട്ടികൾ ഭയങ്കര മടിയന്മാരായിരിക്കും അല്ലേ. ചില മക്കൾ കഴിക്കും, പക്ഷേ ചില മക്കൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ തനുഹവ്യൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കറി കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം അങ്ങ് കഴിച്ച് പോയിക്കോളും, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഉള്ളിയും തക്കാളിയും അവിടെ കുക്കായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ, കുക്കായി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ, നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അത്രയും കറിക്ക് ടേസ്റ്റി ആയിരിക്കും. നമ്മളീ പറയുന്ന അത്രയും ടൈമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആയിട്ട് വരും. അപ്പോൾ ഇതാ നമ്മളെ തക്കാളിയും ഉള്ളിയും എല്ലാം അത്യാവശ്യം ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിക്കാം. അപ്പോൾ 1 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കറി ലൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് എത്ര കറി വേണോ അതിനനുസരിച്ച് ആക്കിയെടുക്കാം. പിന്നെ നിങ്ങളുടെ അടുത്ത് മുഴുവൻ കുരുമുളകാണ്, കുരുമുളക് പൊടിച്ചതില്ലെങ്കിൽ ഈ തേങ്ങ അരക്കുന്ന സമയത്തില്ലേ വലിയ ജീരകത്തിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണെല്ലാം മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു തേങ്ങേൻ്റെ കൂടെ തന്നെ അരഞ്ഞ് വന്നോളൂ കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. കുരുമുളക് ഒരുപാടങ്ങ് വഴറ്റി എന്താ പറയുക മൂപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു കറീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു എഗ്ഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര കറി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എഗ്ഗ് 3-4-5 എഗ്ഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു 2 പീസാക്കി അങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെ ഇപ്പം രാവിലെ എഗ്ഗ് അധികം ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രമാണ് എഗ്ഗ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് 2 എഗ്ഗ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കാം. പിന്നെ കറി ഒരുപാടങ്ങ് തിളച്ച് പോകരുത്, ജസ്റ്റ് ഒന്ന് ഒരു തിള വന്നാൽ മതി കേട്ടോ. അതോട് കൂടിയിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പത്തിരിയും ഏകദേശം ചുട്ട് കഴിഞ്ഞു കേട്ടോ, ലാസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം, അതൊക്കെയാണ്. പിന്നെ ഏട്ടത്തിയതാ പാത്രം കഴുകി പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുകയാണ്. ഇനി ഇവിടുത്തെ പണി സാധാരണ അധികം ഇങ്ങനെ തന്നെയാണ്. പിന്നെ കുട്ടികളുടെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കറക്റ്റ് റൂട്ടീൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം, ഇങ്ങനെ പണി തീർക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ.
പിന്നെ ഓരോ വീട്ടിലെ ശീലങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വേഗം വേഗം ചെയ്ത് തീർക്കുക. എന്താണെങ്കിലും ഏത് ടൈമിലാണെങ്കിലും ഒരുപാട് സമയം നമ്മൾ കിച്ചണിലും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കും ചിലവഴിക്കാതെ നമുക്ക് പറ്റുന്ന ടൈമിലെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ട് ഒന്ന് മാറാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്നാൽ തന്നെ കുറേ അസുഖങ്ങളും കാര്യങ്ങളും, ചിലരൊക്കെ ഈ കാലുവേദന, ഉപ്പൂറ്റീൻ്റെ അവിടെ വേദന, ചെറിയ അധിക പ്രായമില്ലാത്തവരാണെങ്കിലും പറയുന്നതൊക്കെ കേൾക്കാം കേട്ടോ. നമുക്കൊക്കെ ഉണ്ടാവും ഇങ്ങനെ എന്താ പറയുക, ഹെവി ആയിട്ട് ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ നോമ്പ് തുറയുന്ന ആ സമയത്തൊക്കെ നമ്മൾ എക്സ്ട്രാ തലേ ദിവസമൊക്കെ ചെയ്ത് വെച്ച് അപ്പോഴൊക്കെ നമ്മൾ നിന്നിട്ട് ചെയ്യല്ലേ, എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഹെവി പണിയാണ്, അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അന്ന് രാത്രി കിടന്നിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ആ ഒരു റെസ്റ്റ് എടുക്കലോട് കൂടിയിട്ട് ആ വേദനയും കാര്യങ്ങളും ക്ഷീണങ്ങളും നമുക്ക് മാറും. പക്ഷേ ചിലരുണ്ട് എപ്പോഴും കാലുവേദന ഉണ്ടാവും, വേറെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവും, പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നിന്ന് എപ്പോഴും പണിയെടുത്ത് കുട്ടികളുടെ കാര്യങ്ങൾക്കാണെങ്കിൽ നിന്ന് അവരെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് യാത് ചെയ്ത് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ വൈകുന്നേരം ആകുന്നിട്ട് അതിനിടയിൽ ഒന്നും ഇരിക്കാൻ പോലും അവരെ കാര്യത്തിന് വേണ്ടി അവർക്ക് ഒരു തല ചീകാൻ പോലും, അതായത് നമ്മളെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഒന്ന് തല ചീകി നമുക്കായിട്ടൊന്ന് ഒരുങ്ങാനോ അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് ചെയ്യുന്നവരുണ്ടാവും. അത് ഇല്ലാത്തവരുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞ, അതുപോലും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കുന്ന വൈകുന്നേരം വരെ ഓരോരോ കാര്യങ്ങളിൽ എൻഗേജ്ഡായി നടക്കുന്ന അവരെ ഹെൽത്തും കാര്യങ്ങളും എല്ലാം കളയട്ടെ ശരിക്കും ചെയ്യുന്നത്. നമ്മൾ ഇനിയിപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റണം, നമ്മൾ ഇരുന്ന് ചെയ്യാം. ഇപ്പോൾ ഒരു ഉപ്പേരിക്കെല്ലാം കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇല്ലാത്തവർക്ക് പറ്റില്ല, എന്നാലും ഇരുന്നിട്ട് ജസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ അതിനനുസരിച്ച് നമ്മൾ രാവിലെ എണീക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എപ്പോഴും നമുക്ക് ആ റൂട്ടീനൊന്നും എന്താ പറയുക, നമ്മൾ ഈ യന്ത്രമനുഷ്യൻ പോലെ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇല്ലല്ലോ. മടിയും കാര്യങ്ങളും എല്ലാം നമുക്ക് വരും നമ്മളെ ലൈഫിൽ. അപ്പോൾ അതിനനുസരിച്ച് എന്നൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ മാക്സിമം നമ്മൾ അങ്ങനത്തെ ദിവസം ഫോളോ ചെയ്യുക. മടിയുള്ള ദിവസം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. പക്ഷെ ഡെയിലി റൊട്ടീനാണ്, ഡെയിലി ലൈഫാണ് നമ്മളെ ഹെൽത്തും എല്ലാം നമ്മളെ സൗന്ദര്യം എല്ലാത്തിനെയും ബാധിക്കുന്നത്. അതാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ ടപ്പേന്ന് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് നമ്മൾ അതിനിടയിൽ നമ്മൾ റെസ്റ്റ് എടുക്കുക, വെള്ളം കുടിക്കുക, പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. വെള്ളം കുടിക്കുക, എന്തെങ്കിലും കഴിക്കുക, ഹെൽത്തി ആയിട്ട് നമ്മൾ എത്ര കഴിച്ചൊന്നല്ല, എന്താണ് നമ്മളിന്ന് കഴിച്ചത് അതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. നമ്മൾ കുട്ടികൾക്കാണെങ്കിലും അവർ വെള്ളം കുടിച്ചോ, അവർക്ക് എന്താ ഞാനിന്ന് കൊടുത്തത്, നട്ട്സ് കൊടുത്തില്ലല്ലോ, ഫ്രൂട്ട്സ് കൊടുത്തില്ലല്ലോ, ജ്യൂസ് കൊടുത്തില്ല ഒക്കെ ശ്രദ്ധിക്കും. അത് നമ്മളെ അതിലേക്കും കൂടെ കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് ഞാനത് ചെയ്തോ, ഞാനിത് കഴിച്ചോ, ഇതുവരെ ചെയ്യാത്തവരാണെങ്കിലും ഇനി മുതലെങ്കിലും അത് ചെയ്യുക കേട്ടോ. ഞാനും ഭയങ്കര ശ്രദ്ധിക്കുന്ന ആളെന്നല്ല, എന്നാലും ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഓർമ്മാക്കി തരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ ചെയ്യും. അപ്പോൾ പക്ഷേ ഇപ്പം ഞാനത് ഇവിടെ നിന്ന് കാണുന്നതാട്ടോ. അപ്പോൾ ഏട്ടത്തിയാണെങ്കിലും ഏട്ടത്തിൻ്റെ മോളോട് പാല് കുടിച്ചോ അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചു നോക്ക്, അങ്ങനെയൊക്കെ നിർബന്ധിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ഒരാളല്ലാത്തത് കൊണ്ട് ഞാൻ എടുത്ത് കഴിക്കും. എനിക്ക് വേണ്ട ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ഞാനൊരു 11-12 മണിയാകുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കലുണ്ട്. അതുപോലെ തന്നെ പാല് കുടിക്കലുണ്ട്. രാവിലെ നിങ്ങൾ കാണുന്നുണ്ടാവും നട്ട്സ് കഴിക്കലുണ്ട്. അത് കഴിക്കാത്ത ദിവസത്തിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ചെയ്യലുണ്ട്. വല്ലപ്പോഴൊക്കെ വിടും, ചില ദിവസങ്ങളിലൊക്കെ വിടലുണ്ട്, എന്നാലും കഴിക്കലുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ചിലർ ഇങ്ങനെ നമ്മൾ തള്ളി കൊടുക്കണം. ആ തള്ളാൻ ഒരാളും കൂടെ ഇല്ലെങ്കിൽ നമ്മളതെല്ലാം മിസ്സാക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ ആലോചിക്കുക, നമ്മളെ കുട്ടികളെയും ഹസ്ബൻഡിൻ്റെയും കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം ആ ഒരു സമയത്ത് തന്നെ നമ്മളെ കാര്യങ്ങളോടൊന്ന് ചിന്തിക്കുക കേട്ടോ. ഞാനത് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ചെയ്യും. കാര്യം നമ്മളുണ്ടെങ്കിലേ അവരുള്ളൂ. കാര്യം അവരെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കാനും നമ്മൾ വേണ്ടേ. അപ്പോൾ അത് ചിന്തിച്ചിട്ടെങ്കിലും നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മളകത്തേക്കും നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുക. പണികളിലാണെങ്കിലും എന്ത് തന്നെ എത്ര ജോലി തിരക്കിലാണെങ്കിലും കൂടി നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് നീറ്റായിട്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഒന്ന് നീറ്റായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് നമ്മളെ മക്കളൊക്കെ എന്താ പറയുക, നമ്മളെ മക്കളും എല്ലാം അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അവർ. എന്താ പറയുക, അതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് മക്കൾ. അവരും ഭാവിയിൽ അതുപോലെ ആവും നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട്. അങ്ങനെ വരാനെങ്കിൽ നമ്മളെ പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മളെ ഉപ്പമാരെ കണ്ടിട്ടും അച്ഛന്മാരെ കണ്ടിട്ടും ഒക്കെ അവർ അത് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ അത് റോൾ മോഡലാക്കി വെക്കുന്നുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ വേണം നമ്മളെ മക്കൾ കാണാനും കണ്ടു വളരാനും കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും, ഞാനടക്കം എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കാര്യങ്ങളാണ്.
പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ട് പത്തിരിയും കറിയൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നല്ലേ ചിലർ പറയും നമ്മൾ നമസ്കാരത്തിൻ്റെ കാര്യം എന്തിനാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇതിപ്പോൾ റഫീഖ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഏട്ടത്തി ഉന്നക്കായൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ വിഷയം, നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ വ്ളോഗിൽ കാണിക്കുമ്പോൾ ചിലർ ചോദിക്കും ഇതെന്തിനാണ് ഇതിങ്ങനെ കാണിക്കുന്നത്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇനി അല്ല, നമ്മൾ നിസ്കാരത്തിൻ്റെ ഒരു കാര്യം പറയുന്നില്ല, ഒരു കാര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് വരും. എന്താ പറയുക, ഒരുപാടൊന്നുമല്ല കേട്ടോ, ഒരു കമൻറ്റെങ്കിലും വരാറുണ്ട്. നിങ്ങൾ എന്താ പറയുക, നിസ്കാരം കാര്യങ്ങളൊന്നും ഇല്ലേ, വെറും വ്ളോഗും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ, ഇടയ്ക്ക് അതിനും കൂടെ സമയം കണ്ടെത്തണേ എന്നുണ്ടാവും. പക്ഷേ ഇത് രണ്ടും ഞാൻ പറയാം, ഞാൻ നെഗറ്റീവ് പറയല്ല, ഇത് രണ്ടും ഒരു ക്ലിയർ ആക്കി തരുന്നത് മാത്രം. കാര്യം നമ്മളിതിൽ എന്താ പറയുക, നിസ്കാരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, അതിനുള്ള എൻ്റെ അഭിപ്രായം, കാരണം എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളിതൊന്നും വീഡിയോയിൽ കാണിക്കേണ്ട കാര്യമല്ല. അതൊക്കെ നമ്മളെ ഉള്ളിൽ നിന്ന് വന്ന് നമ്മളും പഠിച്ചവനും തമ്മിലുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളും ദൈവം തമ്മിലുള്ള കാര്യമാണ്, നമ്മളെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ, അതൊരു കാര്യം. പിന്നെ നമ്മൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മീഡിയയിൽ, അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളും എല്ലാം ചെയ്യുമ്പോൾ നിങ്ങളത് കണ്ടിട്ട് ഒരു എന്താ പറയുക, ഒരു മോട്ടിവേറ്റ് ആകുന്നുണ്ട് നിങ്ങൾക്ക്. അത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ പണികൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളും ഒരു എനർജി കിട്ടുന്നുണ്ട്, ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ നിസ്കാരത്തിപ്പോൾ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് വന്നത് എന്നതൊക്കെ നമ്മൾ സൗണ്ടിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ സംസാരത്തിലൂടെ, അതാണല്ലോ നിങ്ങളോട് നമ്മൾ പറയുന്നത്, വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് ഉള്ളത് ഒന്നും കൂടെ പൊടി തട്ടിയെടുക്കാൻ ഒന്നും കൂടെ ഇൻട്രസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ ഉന്മേഷം അതിന് വരുന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് കൂടുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി കേട്ടോ. എല്ലാ യൂട്യൂബേഴ്സും ഇതൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെ ആയിരിക്കും കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ, 5 നേരം നമസ്കരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ നേരത്തെ എണീറ്റ് നിസ്കരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആർക്കെങ്കിലും മോട്ടിവേറ്റ് ആകുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യട്ടെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മനസ്സിൽ ഒരാൾക്കെങ്കിലും തോന്നിയത് നല്ലതല്ലേ. അപ്പം അതിൻ്റെ 2 വശവും ഞാൻ പറഞ്ഞു തന്നു മാത്രം. നിങ്ങളതിൽ ഏത് ചിന്തിക്കുന്ന ആളാണെങ്കിലും ആ 2 രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മളത് കാണിക്കുന്നതിൽ കാര്യം എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മളെ റോഫിക്കാം ഫാമിലിയും അതുപോലെ തന്നെ ഏട്ടനും വൈഫും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഞാനിവിടെയാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. റോഫിക്കാം ഫാമിലിയും വന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവരെ കൂടെ തന്നെ അവരുടെ ബാക്കിൽ എന്ന് പറയാം, അപ്പോൾ തന്നെ ഉണ്ട് ഏട്ടനും ഫാമിലി വരുന്നത്, ഏട്ടനും വൈഫും മക്കളും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്രണ്ട് അബ്ബാസില്ലേ, ഗൾഫിലുള്ള, നിങ്ങൾക്ക് അറിയാൻ പറ്റും, എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മരുമോന് കേട്ടോ, ഓനും വന്നിട്ടുണ്ട് കേട്ടോ, പോനുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉന്നക്കായി റഫീഖൊക്കെ ഉണ്ടാക്കിയത് ബാക്കി കുറച്ചുകൂടെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേഗം ഉണ്ടാക്കി. പിന്നെ ബ്രെഡ് വെച്ചിട്ട് നമ്മൾ സാൻഡ്വിച്ചില്ലേ ഉള്ളിൽ വെച്ചിട്ടില്ല, മയണൈസൊക്കെ വെച്ചിട്ടില്ലേ, അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ആക്കിയെടുത്തു. പിന്നെ നമ്മൾ സമൂസയില്ലേ, ആ സമൂസയും കുറച്ച് ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ചായ കുടിക്കാനൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാവരെയും അറിയുന്നത് തന്നെ ആയിരിക്കും. പിന്നെ ഓരോരുത്തരും ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവർക്ക് ചായ കൊടുക്കാനുള്ള തിരക്കിലും ഒക്കെ ആയിട്ട്. റഫീഖ കുറച്ച് നേരത്തെ പോയി കേട്ടോ. അതിന് ശേഷമാണ് ഇവരെല്ലാവരും വന്നത്. ഇവർ വരുന്നത് അറിയില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് റഫീഖ പോയത്. പിന്നെ ഇപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിക്കലാണ്. അബ്ബാസിനെ എല്ലാവർക്കും അറിയുന്നതല്ലേ, എൻ്റെ വീഡിയോയിൽ കുറേ അവന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയാന്ന് പറഞ്ഞപ്പോൾ ഓന് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. അവൻ്റെ വീട് ഇവിടെ അടുത്താണ്, നമ്മളെ ഏട്ടത്തിൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്തല്ല, എന്നാലും കുറച്ച് കേട്ടോ. എൻ്റെ വീടിൻ്റെ വെങ്ങപ്പള്ളി വീടിൻ്റെ ഏകദേശം അടുത്തൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവന് ഇങ്ങോട്ടേക്ക് എന്നെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഓരോരുത്തർ പോവുകയാണ്. അപ്പോൾ ഏട്ടനും ഫാമിലിയും പോകുന്നു. അപ്പോൾ അബ്ബാസ് എപ്പോൾ വന്നാലും ഞാൻ
അവനും ട്രീറ്റ്, അവനും വൈഫിനും ഒരു ട്രീറ്റ് കൊടുക്കലുണ്ട് കേട്ടോ. അവന് വൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ എൻ്റെ അനിയത്തിയാണ് കേട്ടോ, അനിയൻ്റെ മോളാണ്. അപ്പോൾ ഒരു ട്രീറ്റ് കൊടുക്കലുണ്ട്. ഫുഡെല്ലാം അവന് ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ ഫുഡ്. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ, റെസിപ്പിയൊക്കെ ഇടുമ്പോൾ ഓന് പറയും ഞാൻ നാട്ടിൽ വന്നിട്ട് എനിക്ക് അത് ഉണ്ടാക്കി തരണം, ഇത് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് ഇന്ന് തന്നെയാണ് ഓനും എത്തിയത്. അപ്പോൾ കുറച്ച് സമൂസ, നമ്മൾ നോമ്പിൻ്റെ സമൂസ ആ ഒരു ഇതെല്ലാം വരുന്ന ഒരു സംഭവത്തിലേക്ക് വന്നു കേട്ടോ. ഒരു 2-3 സ്നാക്സൊക്കെ ഓനും കൊടുക്കാൻ പറ്റിയതിൽ എന്തായാലും സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് ഓന് പോകുന്നതിന് മുമ്പ് സമയം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓന് വരുമ്പോൾ വന്നാൽ എന്തായാലും ഒരു വീഡിയോയിൽ ഓൻ എൻ്റെ വീഡിയോയിൽ വരലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഴയ എൻ്റെ വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവും. ഇതാ ഇനി അവരെല്ലാം പോയി. ഇപ്പോൾ ഇതാ റോഫിക്കയും ഫാമിലിയും ഇതാ അവസാനം അവർ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാലും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.